ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടി വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഓട്ടടയുടെ ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓട്ടടൻ്റെ കൂടെ കറിൻ്റെ ഒരു റെസിപ്പിയും കാണിക്കുന്നുണ്ട്. വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങും വെച്ച് തേങ്ങ അരച്ച് ഒഴിച്ച ഒരു കറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. 6 ഉരുളൻകിഴങ്ങും 2 തക്കാളിയും ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുമാണ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ഉരുളൻകിഴങ്ങ് ചെറുതായത് കൊണ്ടാണ് 6 എടുത്തത് കേട്ടോ. ഇതിലേക്കുള്ള മസാല ചേർക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലൻ്റെ പൊടിയുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇത് വേവാനുള്ള പാകത്തിനുള്ള വെള്ളം വെച്ച് ഒഴിച്ച് കൊടുത്തു. ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് വിറകടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. അടുപ്പ് നല്ലവണ്ണം കത്തിച്ച് അതിൻ്റെ മേലെ ചട്ടി വെച്ച് കൊടുത്തിട്ടോ. ഒരു പാത്രം എടുത്ത് മൂടി വെച്ചിട്ടോ. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മോറി തേങ്ങയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വലിയ ജീരകയും ഒരു പച്ചമുളകുമാണ് കേട്ടോ. എല്ലാം കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം അടിച്ചെടുത്തുട്ടാ. ഇതിലിടാനുള്ള വെണ്ടക്ക കഴുകി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓട്ടടക്കുള്ള മാവ് തയ്യാറാക്കാം. 250 ml കപ്പിൽ 1.5 കപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തുട്ടോ. 1 ടീസ്പൂൺ ഓയിലും അതിലേക്ക് ഒഴിച്ച് കൊടുത്തുട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്തത് ഈ മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പൊടി കുഴക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തുട്ടോ. വെണ്ടക്ക കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ച പാത്രം എടുത്ത് മാറ്റി വെച്ചു. ഒരു തവി എടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉരുളൻകിഴങ്ങ് 3/4% വെന്ത് തുടങ്ങി. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ടക്കയും ഇട്ട് കൊടുത്തുട്ടാ. എല്ലാം കൂടി ഒരു 10 മിനിറ്റ് നേരം കത്തിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടാ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെണ്ടക്ക നല്ലവണ്ണം വെന്ത് വന്നു. അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുത്തുട്ടാ. 5 മിനിറ്റ് നേരം അതൊന്ന് കുക്കാവാൻ വെച്ചിട്ടോ. ഒരു തവി കൊണ്ട് അത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു. ഓട്ടടൻ്റെ മാവ് ഈ രീതിക്കാണ് കലക്കിയെടുത്തത് കേട്ടോ. മാവ് കുഴക്കുന്നതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അടുപ്പ് നല്ലവണ്ണം കത്തിച്ച് അതിൻ്റെ മേലെ ഓട്ടട ചട്ടി വെച്ച് കൊടുത്തുട്ടോ. ചട്ടി നല്ലവണ്ണം ചൂടായപ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തു. അത് ഹോൾസ് വന്നതിന് ശേഷം പാത്രം എടുത്ത് മൂടി വെച്ചിട്ടോ. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കുക്കായി വന്നു. ചട്ടകം എടുത്തു അത് ഒരു പാത്രത്തിലേക്ക് വാങ്ങി വെച്ചിട്ടാ. നമ്മുടെ ആദ്യത്തെ ഓട്ടട ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഓട്ടട ഉണ്ടാക്കുമ്പോൾ അടുപ്പ് നല്ലവണ്ണം കത്തിക്കണം കേട്ടോ. എന്നാലോ ചട്ടി നല്ല ചൂടുണ്ടാവുള്ളൂ. ചൂടായ ചട്ടിയിലേക്കാണ് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അത് ഹോൾസ് വന്ന് ഒരു പാത്രം എടുത്ത് മൂടി വെച്ച് കൊടുത്തുട്ടാ. ഇപ്പോൾ സമയം 5 മിനിറ്റ് കഴിഞ്ഞിട്ടാ. നമ്മുടെ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടാ. കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ സമയമായിട്ടോ. ചുട്ടുവെച്ച അപ്പം ഓരോന്നായി ഓരോരുത്തരും വന്ന് തിന്നു പോകുന്നുണ്ട് കേട്ടോ. കുക്കായ ഓട്ടട എടുത്ത് വാങ്ങി വെച്ചിട്ടാ. വീണ്ടും ചോദിച്ചു കൊടുത്തുട്ടാ. എന്നിട്ട് അതൊന്ന് ഹോൾസ് വരാൻ വെച്ചിട്ടാ. ഹോൾസ് വന്നതിന് ശേഷം ഒരു പാത്രം എടുത്ത് മൂടി വെച്ച് കൊടുത്തു. അതൊന്ന് കുക്കാവാൻ വെച്ചിട്ടാ. ഓട്ടട കുക്കായപ്പോൾ മൂടി വെച്ച പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടോ. ചട്ടകം എടുത്ത് ഓട്ടട അടർത്തി മാറ്റി വെച്ചിട്ടാ. വാഴൻ്റെ ഇല കട്ട് ചെയ്ത് അത് നല്ലവണ്ണം കഴുകി ഈ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലാണ് ഓട്ടട വെക്കുന്നത് കേട്ടോ. ചൂടായ ചട്ടിയിലേക്ക് വീണ്ടും ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തുട്ടോ. അതൊന്ന് ഹോൾസ് വരാൻ വേണ്ടി വെച്ചു. ഹോൾസ് വന്നതിന് ശേഷം ഒരു പാത്രം എടുത്ത് മൂടി വെച്ച് കൊടുത്തുട്ടോ. 2-3 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ മൂടി വെച്ച പാത്രം എടുത്തു മാറ്റി വെച്ചിട്ടോ. ചട്ടകം എടുത്തു ഓട്ടട അടർത്തി പാത്രത്തിലേക്ക് വാങ്ങി വെച്ചിട്ടോ. വാഴൻ്റെ ഇല പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് വാട്ടിയിട്ടാണ് ഞാൻ ഈ പാത്രത്തിൻ്റെ മേലെ വെച്ച് കൊടുത്തത് കേട്ടോ. ചൂടായ ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടോ. അതിൽ ഹോൾസ് വന്നതിന് ശേഷം ഒരു പാത്രം എടുത്ത് മൂടി വെച്ച് കൊടുത്തിട്ടോ. ഓട്ടട കുക്കായപ്പോൾ മൂടി വെച്ച പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടാ.
ഓരോ ഓട്ടട ചുട്ട് കഴിയുമ്പോൾ ചട്ടി നല്ലവണ്ണം ഒരു ശീലം കൊണ്ട് തുടച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വാഴൻ്റെ ഇല കൊണ്ടും തുടച്ചെടുത്താൽ മതി. ഞാനത് ചെയ്യാത്തത് എൻ്റെ ചട്ടിയിൽ നിന്ന് ഓട്ടട നല്ലവണ്ണം കരിയാതെ അടർത്തി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തുടക്കേണ്ട ആവശ്യം വരാത്തത്. അപ്പോൾ നമ്മുടെ ഓട്ടട എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാൻ മുറിച്ച് കാണിച്ച് തരാട്ടോ. ആരെയൊക്കെ വന്നാൽ നല്ല ഓട്ടടാണ് കേട്ടോ, നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. ഈ പൊടി കലക്കി ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഇതിലും നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ 15 മിനിറ്റ് നേരം വെക്കാത്തത് കേട്ടോ. തേങ്ങാക്കറി ഒന്ന് വറവിടാം. ഗ്യാസ് ഓൺ ചെയ്ത് അതിൻ്റെ മേലെ ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തുട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയിലയും കരിവേപ്പിൻ്റെ ഇലയും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കറിയിൽ ഇടാത്തത് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇടുമ്പോൾ കറി നല്ല ടേസ്റ്റും ഉണ്ടാകും. ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തുട്ടോ. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തുട്ടോ. കടുക് വറവായാൽ അതിലേക്ക് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കണം കേട്ടോ. കടുകൊന്ന് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് 2 എണ്ണം മുറിച്ച് വെച്ചത് ഇട്ട് കൊടുത്തുട്ടോ. എന്നിട്ട് ഒരു തവി കൊണ്ട് ഇളക്കി കൊടുത്തിട്ടാ. കടുകും വറ്റൽമുളകും നല്ലവണ്ണം വറവായപ്പോൾ അത് ഒരു തവി കൊണ്ട് കറിയിലേക്ക് കോരി ഒഴിച്ച് കൊടുത്തുട്ടാ. അപ്പോൾ നമ്മുടെ കറിയും ഓട്ടടയും ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടോ. ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കി കമൻറ്റിലൂടെ ഇതിൻ്റെ മറുപടി എഴുതാൻ മറക്കരുത് കേട്ടോ, പ്ലീസ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും.